ഹലോ, ഇന്നൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. കുറേ കാലമായില്ലേ വോയിസ് ഓവറുള്ള ഒരു ട്യൂട്ടോറിയലൊക്കെ ചെയ്തിട്ട്. ഒരു മ്യൂറൽ സ്റ്റൈലിലുള്ള ബുദ്ധനെയാണ് കേട്ടോ വരയ്ക്കണത്. അപ്പം നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടു നോക്കൂ കേട്ടോ. പെൻസിൽ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂറൽ റെഡ് വെച്ചിട്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്തെടുക്കും. മ്യൂറൽ റെഡ് എന്നുള്ള കളറിന് നമുക്ക് കടയിലൊക്കെ പോയാൽ വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ കുറച്ച് ബേൺ സിയാനോയും കുറച്ച് സ്കാർലറ്റ് ലൈക്കും കൂടിയും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് മ്യൂറൽ റെഡിൻ്റെ അതേ ഷെയ്ഡ് തന്നെ കിട്ടും കേട്ടോ. ഈ ചിത്രം വരച്ചിട്ട് കുറേ കാലമായിട്ടുണ്ട് കേട്ടോ. ഒന്ന് രണ്ട് ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ചിത്രത്തിൻ്റെ മേക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞിട്ട്. ലോങ് വീഡിയോ ഞാൻ ഇപ്പോഴാണ് കേട്ടോ അപ്ലോഡ് ചെയ്യണത്. റെഡ് ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ മ്യൂറൽ യെല്ലോ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. മ്യൂറൽ യെല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലെമൺ യെല്ലോയും കുറച്ച് യെല്ലോ ഓക്കറും കൂടിയും മിക്സ് ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് 1:1 എന്നുള്ള റേഷ്യോയിൽ തന്നെയാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ 2 കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ലെയർ ആയിട്ടാണ് നമ്മളിവിടെ പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മ്യൂറൽ സ്റ്റൈലിലുള്ള ബുദ്ധൻ്റെ 2ാമത്തെ ചിത്രമാണ് കേട്ടോ ഞാൻ വരയ്ക്കുന്നത്. ഒരു 5 വർഷം മുമ്പ് ഞാൻ ഇതുപോലൊരു ബുദ്ധ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ട്യൂട്ടോറിയലൊന്നും അല്ല, ഒരു മേക്കിംഗ് വീഡിയോ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ആർട്ട് ബ്ലോഗ് എന്ന് പറയാം. ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും ഞാൻ അതിനകത്ത് കവർ ചെയ്തിട്ടില്ല. ഈ ചിത്രം വരയ്ക്കാനുള്ള റെഫറൻസ് പിക്ചർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് കേട്ടോ കിട്ടിയത്. ബുദ്ധനെയാണ് വരയ്ക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കുറേ ഓർണമെന്റ്സ് ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടും എളുപ്പമായിട്ടും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ബുദ്ധന്റെ സ്കിന്നിന് അപ്ലൈ ചെയ്തിരിക്കുന്ന ബ്ലൂ കളർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കുറച്ച് പ്രഷ്യൻ ബ്ലൂവും കുറച്ച് കൊബാൾ ബ്ലൂവും അതുപോലെ കുറച്ച് വൈറ്റും കൂടിയും ചേർത്തിട്ടാണ് കേട്ടോ. വൈറ്റ് കൂടുതലും ബ്ലൂവിൻ്റെ പിഗ്മെന്റ് കുറവുമാണ് കേട്ടോ. അങ്ങനെയാണ് ഫസ്റ്റ് ലെയർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഈ ചിത്രം ഒരു 4 ദിവസം കൊണ്ടാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തത്. പെട്ടെന്നും വരച്ചു തീർക്കാം, 2 ദിവസം കൊണ്ടൊക്കെ ചിത്രം കംപ്ലീറ്റ് ചെയ്യാം. കാരണം ഒരുപാട് ഓർണമെന്റ്സ്, ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നുമില്ലല്ലോ, സിമ്പിൾ ആയിട്ടുള്ള ഫിഗർ അല്ലേ. ബുദ്ധന്റെ സ്കിന്നിന് കളർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം അപ്ലൈ ചെയ്ത കോട്ടിൽ നമ്മൾ വൈറ്റ് കൂടുതലും ബ്ലൂ കുറവുമായിരുന്നു. ഒരു കോട്ടും കൂടി അതുപോലെ അപ്ലൈ ചെയ്യണം കേട്ടോ, എന്നാലാണ് നമുക്കൊരു ഫിനിഷിങ് കിട്ടുള്ളൂ. പിന്നെ ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലൂ കുറച്ചും കൂടി ആഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ആ ചിത്രത്തിന് കുറച്ച് ഡെപ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. മ്യൂറൽ സ്റ്റൈലിലല്ലാതെയുള്ള ബുദ്ധ പെയിന്റിങ്സും ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഓയിൽ പെയിന്റിംഗ് ഉണ്ട്, അതേപോലെ കോഫി പെയിന്റിങ്ങും ഒരു അബ്സ്ട്രാക്ട് പെയിന്റിങ്ങും ഉണ്ട് കേട്ടോ. ഇതിൽ കോഫി പെയിന്റിങ്ങിൻ്റെയും അബ്സ്ട്രാക്ട് പെയിന്റിങ്ങിൻ്റെയും ഷോർട്ട് വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഓയിൽ പെയിന്റിങ്ങിൻ്റെ ഫുൾ മേക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒന്ന് കയറി നോക്കൂ കേട്ടോ. അതിൽ പലതരത്തിലുള്ള പെയിൻറ്റിങ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ട്യൂട്ടോറിയൽസ് ഉണ്ട്, ഫാബ്രിക് പെയിൻറ്റിംഗ് ഉണ്ട്. പ്ലേലിസ്റ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് അതിൽ കയറി കാണാൻ പറ്റും കേട്ടോ. ബിന്ദുജം എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഫിൽ ചെയ്തെടുത്തിരിക്കുന്നത്. 2-3 ലെയർ ആയിട്ടാണ് കേട്ടോ ഈ ഡോട്ട്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോഴാണ് ഈ ഫിനിഷിങ് നമുക്ക് കിട്ടുള്ളൂ. ചിത്രത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തി നമ്മൾ ബ്ലാക്ക് വെച്ച് ഔട്ട്ലൈൻ ചെയ്യാണ്. ബ്ലാക്ക് വെച്ച് ഔട്ട്ലൈൻ ചെയ്യുമ്പോഴാണ് ആ ഒരു ഫിനിഷിങ് കിട്ടുക. ചിത്രത്തിന് കുറച്ചും കൂടി ഡെപ്ത് കിട്ടും. ഈ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഈ ചിത്രം വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അത്യാവശ്യം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. വീഡിയോ മുഴുവനും കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.